നമ്മൾ ഇന്നൊരു എക്സ്ക്ലൂസീവ് കണ്ടന്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ട് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ BSNLന്റെ ജൂനിയർ എഞ്ചിനീയറിംഗ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇത് ആക്ച്വലി നമ്മളുടെ ഗസറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, 9 ജൂണിലെ ഗസറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ വേറെ എവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. യൂട്യൂബിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ജസ്റ്റ് നമ്മളെ ഗസറ്റിൽ വന്നിട്ടുള്ളതാണ്. എനിവേ 9 ജൂൺ മാസമാണ് ഗസറ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. അതിന് നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും എന്താ പറയുക, BSNL ഒക്കെ ഇപ്പൊ നഷ്ടത്തിലാണ്. ആക്ച്വലി BSNL ഇപ്പൊ നഷ്ടത്തിലല്ല. കഴിഞ്ഞ ക്വാർട്ടറിൽ അവർ പ്രോഫിറ്റബിളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരോട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുറെ ഇപ്പൊ BSNL ഇട്ടിട്ട് കുറെ പോസിറ്റീവ് ന്യൂസ് ആണ് വരുന്നത്. നിങ്ങൾ ന്യൂസിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ അതുകൊണ്ട് തന്നെ 2016 ശേഷം, ഓക്കെ, കഴിഞ്ഞ 2016 മുന്നേ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. 9 വർഷത്തിന് ശേഷം അവർ വീണ്ടും ഒരു ജൂനിയർ എഞ്ചിനീയർ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് അവർ ഒരുങ്ങാൻ വേണ്ടി പോവാണ്. 9 വർഷത്തിന് ശേഷം. ഓക്കെ, അപ്പോ 9 വർഷത്തിന് ശേഷം ഇതിനു മുന്നേ അവര് JD ഒക്കെ ത്രൂ ഗേറ്റ് സ്കോർ വഴിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെപ്പറേറ്റ് എക്സാം വഴി തന്നെയാണ് ജൂനിയർ എഞ്ചിനീയർ വിളിക്കുന്നുണ്ടാവുക. അപ്പൊ JT 2020-21 കാലഘട്ടം വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ത്രൂ ഗേറ്റ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ നോട്ടിഫിക്കേഷന്റെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക സിലബസ് മാർക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഗസറ്റിലേക്ക് നമുക്ക് വരാം. അപ്പൊ നിങ്ങൾക്കറിയാം BSNL കുറെ ഇഷ്ടംപോലെ സർക്കിളുണ്ട്. അപ്പൊ സർക്കിളിന്റെ ബേസ് ആയിട്ടാണ് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടാവുക. അപ്പൊ കേരളത്തിൽ ഏകദേശം 100ഓളം വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വിളിക്കുമ്പോൾ. ടോട്ടലി 2700 വേക്കൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു 2016 വിളിച്ചിട്ടുള്ളത്. അതേപോലെ സ്കെയിൽ ഓഫ് പേ പഴയ സ്കെയിൽ ഓഫ് പേ ആണ്. ഏജ് ലിമിറ്റ് 18, അത് ഇപ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻ പറയാം, അതിന് മുന്നേ സിലബസ് പറയാം. സിലബസ് പറയുമ്പോൾ ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞ സിലബസിലേക്ക് വരാം. ഓക്കെ, ഓക്കെ, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ 3 ഇയേഴ്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഓർ BTech ഓർ BE ഇൻ ദി ഫോളോയിങ് ഡിസിപ്ലിൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ടെലി കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്, ഇലക്ട്രിക്കൽ, റേഡിയോ, കമ്പ്യൂട്ടർ, ഇൻസ്ട്രുമെന്റേഷൻ, IT വർക്ക് ഒക്കെ എന്ത് അപ്ലൈ വേണ്ടി വരുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ BSc ഇലക്ട്രോണിക്സ്, BSc കമ്പ്യൂട്ടർ സയൻസ്, MSc ഇലക്ട്രോണിക്സ്, എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റിയ ഒരു പോസ്റ്റ് ആണ് ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പൊ ഗസറ്റിൽ വന്നപ്പോൾ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്നില്ലായിരുന്നു നമുക്ക് നോക്കാം. ഇനിയിപ്പോ നമുക്കിപ്പം എക്സാമിന്റെ സിലബസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ടയർ എക്സാം മാത്രമേ ഉള്ളൂ. അപ്പോ അതിൽ പാർട്ട് 1 ജനറൽ എബിലിറ്റി, പാർട്ട് 2 ബേസിക് എഞ്ചിനീയറിംഗ്, പാർട്ട് 3 സ്പെഷ്യലൈസേഷൻ. അപ്പൊ 20 മാർക്ക്, 90 മാർക്ക്, 90 മാർക്ക്, ടോട്ടലി 200 മാർക്കും 200 ക്വസ്റ്റ്യൻസും ആണ് ഉള്ളത്. പക്ഷെ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇലക്ട്രിക്കൽ ആർക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആർക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ജനറൽ എബിലിറ്റി, ബേസിക് എഞ്ചിനീയറിംഗ്, സ്പെഷ്യലൈസേഷൻ. അപ്പൊ അതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം 1000 മറ്റോ ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, 1000 റുപ്പീസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസ്. ഏറ്റവും അധികം ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ സിലബസ് പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് കോമ്പറേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ജനറൽ ഇംഗ്ലീഷ് ത്രൂ സിമ്പിൾ എക്സസൈസ് ആൻഡ് ആന്റോണിംസ് സിനോണിംസ്, അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജനറൽ നോളജ്, പിന്നെ കറന്റ് ഇവന്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ജനറൽ എബിലിറ്റി ടെസ്റ്റ്. പിന്നെയാണ് നമ്മൾ ബേസിക് എഞ്ചിനീയറിംഗ് പറയുന്നത്. ഈ ബേസിക് എഞ്ചിനീയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈഡ് മാത്സ്, അപ്ലൈഡ് ഫിസിക്സ്, ബേസിക് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോണിക്സ് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ്, ഡിജിറ്റൽ ടെക്നിക്സ്, അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അത്രയാണ് ബേസിക് എഞ്ചിനീയറിംഗ് വരുന്നത്. പിന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത് നമ്മളെ സ്പെഷ്യലൈസേഷനിലേക്ക് വരുന്നത്. സ്പെഷ്യലൈസേഷനും 90 മാർക്ക്, ബേസിക് എഞ്ചിനീയറിംഗും 90 മാർക്കാണ്. അപ്പൊ അതിൽ നോക്കുവാണെങ്കിൽ ഇലക്ട്രിക്കല്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ നെറ്റ്വർക്ക്, ഫിൽറ്റേഴ്സ് ആൻഡ് ട്രാൻസ്മിഷൻ ലൈൻസ്, പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, പിന്നെ കൺട്രോൾ സിസ്റ്റം, പിന്നെ മൈക്രോ പ്രൊസസർ, പിന്നെയാണ് എന്ത് വരുന്നേക്കുന്നത് ഈ കമ്പ്യൂട്ടർ വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു രീതിയിലാണ് സിലബസ് ഉള്ളത്. അപ്പോ ഇനി അടുത്ത പ്രാവശ്യം ഇതേപോലെ തന്നെയാണ് സിലബസ് പറയാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്താ ഈ ഒരു സിലബസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ ആർക്കും ഇലക്ട്രോണിക്സ് ആർക്കും എന്ന് വെച്ചാൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മളുടെ ഗസറ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 9 ജൂൺ 2025 വന്ന ഗസറ്റ് ആണ്. ഓക്കെ, അപ്പം എന്താ പറഞ്ഞേക്കുന്നത്, മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് നോട്ടിഫിക്കേഷൻ അറിയിക്കുന്നത്. 9 ജൂൺ 2025. അതായത് following rules regulating the method of recruitment to the post of junior engineer in the Department of Telecommunications, Ministry of Communications. എന്താ ജൂനിയർ എഞ്ചിനീയർ ടെലികോം ഗ്രൂപ്പ് ബി റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോ നമ്പർ ഓഫ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ നമുക്കതിലേക്ക് വരാം. ഓക്കെ, നമ്പർ ഓഫ് പോസ്റ്റ് 115 പോസ്റ്റ് ആണ് ഇപ്പം അവർ പറഞ്ഞിട്ടുള്ളത്. 115 പോസ്റ്റ്. ആ 115 പോസ്റ്റില് എന്താ പറയുക, ഈ സബ്ജക്റ്റിയുടെ വേരിയേഷൻ ഓഫ് ഡിപ്പെൻഡ് ഓൺ വർക്ക് ലോഡിനെ ബേസിട്ട് എന്താ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്,
സെൻട്രൽ ഗവൺമെന്റ്, ജനറൽ സെൻട്രൽ സർവീസ്, ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ ലെവൽ 6 ആണ്. 35,400 തൊട്ട് 1,12,400 രൂപയാണ്. ഇനിയിപ്പോ ഈ 115 എന്ന് പറഞ്ഞു, 115 വേക്കൻസി എല്ലാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണോ? അല്ല, അതിലും ഉണ്ട്. ഏജ് ലിമിറ്റിലേക്ക് വരാം. ഏജ് ലിമിറ്റ് 30 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞത്. പിന്നെ കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളുണ്ട്. ക്വാളിഫിക്കേഷൻ വരുവാണെന്നുണ്ടെങ്കിലോ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഓക്കെ, ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഡിപ്ലോമ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതെന്താ ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് ഓഫ് ടെക്നോളജി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻസ് ആർ റിലാക്സിബിൾ അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഓർ കമ്പീറ്റന്റ് അതോറിറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് അവിടെ ഒരു ക്ലാരിറ്റി വരുത്താം. അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുന്നേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അത് സെപ്പറേറ്റ് എക്സാം ആയിട്ടാണ് 2016 കണ്ടക്ട് ചെയ്തേക്കുന്നത്. TCS തന്നെയായിരുന്നു ആ ഒരു സമയത്തുള്ള അതിഭീമന്മാര്. അവർ തന്നെയാണ് എന്ത് എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത്. ആ ഒരു സമയത്ത് ഡിപ്ലോമയൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്ത് ചെയ്തു? TCS അല്ല കണ്ടക്ട് ചെയ്യുന്നത്, പകരം SSCക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് 60% ത്രൂ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ത്രൂ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. SSC വഴിയാണ് എന്ത് ചെയ്യുന്നത് ഇവര് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. പിന്നെ എന്താ 40% എന്താ അവർക്ക് അവിടെ ഡെപ്യൂട്ടേഷൻ വഴി. പിന്നെ അതിൽ വീണ്ടും അവര് പറഞ്ഞിട്ടുള്ളത് എന്താ, ഇൻ കൺസൾട്ടേഷൻ വിത്ത് UPSC ഈസ് നോട്ട് നെസസറി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് UPSC വഴിയും അവരെന്താ എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ UPSC ആയിട്ട് നമുക്ക് അവിടെ എന്താ പറയുക കൊളാബറേറ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അവരവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ SSC വഴിയാണെന്നുണ്ടെങ്കിലും അവിടെ വീണ്ടും കുറച്ച് ബ്ലോക്കേഴ്സ് ഉണ്ട്. SSC വഴിയാകുമ്പോൾ നമ്മുടെ അവിടെ എക്സാം പാറ്റേൺ എന്തായാലും ചേഞ്ച് ആവാൻ വേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ SSC JEയുടെ കൂടെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് അറിയാമല്ലോ, നോൺ ടെക്നിക്കൽ പ്ലസ് ടെക്നിക്കൽ, പിന്നെ ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം പാറ്റേൺ അവിടെ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ SSC സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാം കണ്ടക്ട് ചെയ്യണം. പക്ഷെ അങ്ങനെ കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇവിടെ എന്താ നമുക്കൊരു ക്ലാരിറ്റി കുറവ് അവിടെ ഉണ്ട്. ഓക്കെ, SSC തന്നെ കണ്ടക്ട് ചെയ്യുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഉണ്ടല്ലോ, RRBയുടെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, അതും ഇതേപോലെ എന്തുണ്ട് SSCക്ക് വിട്ടുകൊടുത്തു എന്നുള്ള രീതിയിൽ നമ്മൾ ന്യൂസ് കണ്ടാണ്. പക്ഷെ അത് SSCയുടെ കേസിൽ നിന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവിടെ റിക്രൂട്ട്മെന്റ് കൂടുതലായിട്ട് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇവിടെ എന്താ നമുക്കൊരു ക്ലാരിറ്റി എടുത്താണ്. പക്ഷെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, നമുക്ക് അവിടെ കൃത്യമായിട്ട് അവിടെ എന്തുണ്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് റൂൾസിൽ അവിടെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഓക്കെ, റിക്രൂട്ട്മെന്റ് റൂൾസിൽ അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റിക്രൂട്ട്മെന്റ് റൂൾസ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ കാരണം വെച്ചാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്താ പറയണ്ടേ, BSNL കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അതുമല്ല ഇത് നിങ്ങൾക്ക് അവിടെ BSNL എംപ്ലോയീസ് യൂണിയന്റെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് DOT ഇഷ്യൂ നോട്ടിഫിക്കേഷൻ JE റൂൾ റിക്രൂട്ട്മെന്റ് റൂൾസ് എന്നുള്ള രീതിയിൽ. അതെന്താ, on 9th June 2025, Department of Telecommunication has issued the notification introducing the recruitment rules for the post of junior engineer telecom. As per this notification, JE will be Group B post in pay matrix of 35,400 to 112,400, and education qualification will be bachelor's degree in engineering. And the notification says number of vacancy will be 115, and 60% of JE will be recruited through direct recruitment, and the remaining 40% will be through deputation, including short-term contract. ഓക്കെ, ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തില് ഡിപ്ലോമ ആയത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നത്, ഇപ്രാവശ്യം അത് എന്ത് ചെയ്തു ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.